Welcome back to my channel. So ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ള ഒരു DIYൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. സോ ഇതിലെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രീം ക്യാച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഒരു ഡ്രീം ക്യാച്ചർ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു ടെക്നിക്കായിട്ടാണ് ഇന്നത്തെ DIYയിൽ ഞാൻ വന്നിരിക്കുന്നത്. സോ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിതിൽ ടാഗ് ചെയ്യാം, ഷുവറായിട്ടും കാണണം. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, കീപ് സപ്പോർട്ടിങ്. സോ ഈ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അത് കൂടാണ്ട് കുറച്ച് യാൺ വേണം, കുറച്ച് ത്രെഡ് വേണം. ഞാനിതിൽ ആക്ച്വലി 2 ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ 2 സർക്കിൾസ് വരുന്നുണ്ട്. സോ ഒരു സർക്കിളിൽ ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് യൂസിങ് ലേസാണ്. ലേസൊക്കെ നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. രണ്ടാമത്തതിൽ ജസ്റ്റ് യാൺ യൂസ് ചെയ്തിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നിങ്ങൾ എത്ര വലിയ റൗണ്ട് വേണം എന്നുള്ളത് വരയ്ക്കണം. നിങ്ങൾക്ക് കൈകൊണ്ട് റഫായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് എ കോമ്പസ് ഓൾസോ. എന്നിട്ട് വരച്ചിട്ട് കറക്റ്റ് നല്ലൊരു തിക്നെസ്സിൽ, എത്ര തിക്നെസ്സിൽ വേണം എന്നുള്ളത് വരച്ചെടുക്കണം. ആ വരച്ചെടുത്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നിങ്ങൾ ഏത് കളറിലാണോ നിങ്ങളുടെ ഡ്രീം ക്യാച്ചേഴ്സ് വേണ്ടത്, അതിൻ്റെ ബേസ് ഏത് കളറിലാണോ വേണ്ടത്, ആ കളർ ത്രെഡ് അല്ലെങ്കിൽ യാൺ എടുത്തിട്ട് ഒരു ചെറിയൊരു നോട്ട് ടൈ ചെയ്യണം ആ ഒരു സർക്കിളിന് ചുറ്റും. അതിനുശേഷം അതേ യാൺ യൂസ് ചെയ്ത് ഗ്യാപ്പ് ഇല്ലാണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തിരിച്ച് ഫുൾ റൗണ്ട് ടൈ ചെയ്തെടുക്കണം. അതിനുശേഷം ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഗ്ലൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു കെട്ടിട്ട് വയ്ക്കാം. ഇപ്പോൾ പറഞ്ഞ അതേ പ്രോസസ്സ് പോലെ തന്നെ ഞാൻ വേറൊരു ചെറിയൊരു ബ്ലാക്ക് കളറിൽ ഒരു സർക്കിളും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഗ്രീൻ കളർ സർക്കിളിൻ്റെ അകത്താണ് ഞാൻ ഈ ലേസ് വെക്കാൻ പോകുന്നത്. ലേസ് ഞാൻ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സെൻറ്ററിൽ എവിടെയാണോ എനിക്ക് വേണ്ടത് ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലേസിൻ്റെ ഒരു എൻഡും കൂടിയിട്ട് നമ്മുടെ സർക്കിളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ കൈ മാത്രം യൂസ് ചെയ്തിട്ട്. ഈ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് കെട്ടി വെക്കണം ആ നൂല്, അല്ലെങ്കിൽ അത് വേഗം വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നൂല് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ത്രെഡ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ത്രെഡ് സെലക്ട് ചെയ്യാൻ നോക്കുക. അല്ല വെച്ചാൽ വേഗം നമ്മുടെ ഡ്രീം ക്യാച്ചേഴ്സിന് അത് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡ്രീം ക്യാച്ചേഴ്സിൻ്റെ ഫൈനൽ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ വെച്ച ലേസ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് അത് തുന്നിയെടുത്തിരിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് സർക്കിളിൻ്റെ അകത്ത് നമ്മൾ ഈ റെഡ് കളർ യാണ് വീവ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതാണ് ആക്ച്വൽ ഡിസൈൻ ഓഫ് ഡ്രീം ക്യാച്ചർ. ഇത് ശ്രദ്ധിച്ച് കാണണം. ആദ്യം നമ്മളൊരു നോട്ട് കെട്ടിയിട്ട് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു നോട്ട് എടുക്കണം. നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം. പിന്നെ എത്ര ഗ്യാപ്പ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോട്ട് എടുത്തെടുത്ത് വരാം. ആദ്യം നമ്മൾ നോട്ട് എടുത്ത് വരുന്നത് അല്ലെങ്കിൽ സർക്കിൾ ചുറ്റി വരുന്നത് ആ ഒരു ബേസിൻ്റെ ചുറ്റുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കെട്ടിയിട്ടുള്ള ആ ത്രെഡിന് ഉള്ളിൽ കൂടെ വേണം നോട്ട് എടുത്ത് വരാൻ. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ടിൽ നമ്മൾ സെൻറ്റർ റീച്ച് ചെയ്യുന്നവരെ. ആ സർക്കിളിന് ചുറ്റും, അതായത് നമ്മുടെ ബേസിന് ചുറ്റും സർക്കിൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഹാൻഡ്സിൻ്റെ യൂസ് വരുള്ളൂ. അതിനുശേഷം നമ്മുടെ കൈയിൻ്റെ യൂസ് വരില്ല. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഹോളിൽ കൂടെ നമ്മളുടെ ത്രെഡ് എടുത്തുകൊണ്ടിരുന്നാൽ മതി.
നമ്മുടെ രണ്ടാമത്തെയും ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി നമ്മൾ സെറ്റ്, അതിനുശേഷം കുറച്ച് ഹാങ്ങിങ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ഡ്രീം ക്യാച്ചേഴ്സ് ഫൈനലാക്കാം. സോ നമ്മൾ 2 ഡ്രീം ക്യാച്ചേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് അത് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ബ്ലാക്കും ഈ ഗ്രീനും കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴോട്ട് ഞാൻ കുറച്ച് നൂലുകൾ കെട്ടിയിട്ടുണ്ട്. ആ നൂലിൽ ഞാൻ കുറച്ച് ഫെതേഴ്സ് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സൈഡിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഹാങ്ങിങ്സ് നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. സോ എൻ്റെ ഫൈനൽ ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടത് എങ്ങനെയാണ് ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുന്നതും അതൊരു പഴയൊരു സാരിന്നും പിന്നെ എങ്ങനെയാണ് കുറച്ച് ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ടാക്കുന്നതും. ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ആൻഡ് അത്ര ടൈം എടുക്കുമോ ചോദിച്ചാൽ എടുക്കും, ബട്ട് സ്റ്റിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺ. സ്റ്റിൽ ഇഫ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്, do try and let us know. Comments share here and do subscribe. And back to Soorya. So Meera പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറിയൊരു like I think ഞങ്ങളുടെ രണ്ടുപേരും ഫസ്റ്റ് ട്രൈ ആയിരുന്നു to do this dream catcher. So there will be negatives and positives. So hope you all liked it. And മറക്കണ്ട കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ഡ്രീം ക്യാച്ചേഴ്സ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാം. So stay tuned. Bye guys.